ഞങ്ങൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു മാങ്ങപൊറി വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് പരിപാടി എന്ന് വെച്ചാൽ ഞങ്ങൾ മാങ്ങയൊക്കെ പറിച്ച് ഉപ്പിലിടാനും അല്ലാതെ അച്ചാർ വെക്കാനൊക്കെയാണ്. ഇവക്ക് മെയിനായിട്ട് കൽക്കത്ത കൊടുത്ത് വിടാനാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതെ, ഇവിടെ ഒത്തിരി ഭ്രാന്താണ്. അപ്പം ഞങ്ങൾ എന്താണ് ഇവിടെ ഞങ്ങളുടെ ഒരു ബന്ധുക്കാരുടെ വീട്ടിൽ വന്നപ്പോൾ ഞങ്ങളിപ്പോൾ മാങ്ങ പറിക്കാൻ വന്നതാണ്. കാവലാണ്. പക്ഷേ നല്ല പാട്ടുണ്ട് കേട്ടോ, നല്ല രസമാണ്. അതെ, നല്ല രസമാണ് ഇവിടെ കാണാനൊക്കെ. ഫോട്ടോ എടുക്കാനാണെങ്കിൽ നല്ല ബെസ്റ്റ് സ്ഥലമാണ്. അപ്പം ഞങ്ങൾ ഇവിടെ വന്ന് നമ്മളെ മാങ്ങയൊക്കെ പറിക്കാൻ വന്നതാണ്. അപ്പം നമ്മളിപ്പോൾ ഇവിടെ മാങ്ങ കുറച്ചൊക്കെ ഞങ്ങൾ പറിച്ച് ഇളക്കി ഇട്ടിട്ടുണ്ട്. കുറച്ചൊക്കെ നമ്മൾ പറിച്ചെടുത്തത് ഇതുപോലെ വെച്ചിട്ടുണ്ട്. 10 രൂപ തന്നെ ഉണ്ട്. അവിടെ കുറേ വീണ് പെറുക്കി എടുക്കാം. ഇതുണ്ട്, ഇവിടെ പേരക്കൊക്കെ ഉണ്ട് ഇഷ്ടംപോലെ. ഇതുണ്ടോ ഇച്ചിരിയൊക്കെ പരക്കുന്നുണ്ട്. എന്ത് അവിടെ ഉണ്ടോ? ഇതില്ലേ ഇതേണ്ട ഒരു നല്ല ചൊനയുള്ള മാങ്ങയാണ്. ഇതുണ്ടോ ഇവിടെ ഇതിന് വലിയ ചൊനയില്ല, പക്ഷെ ഇതിന് നല്ല ചൊന വന്നിട്ടുണ്ട്. അവിടെ ഒരു മാങ്ങയില്ല, അത് എടുത്തായിരുന്നു. അവിടെ ഉണ്ടോ? അതുണ്ട് വലിയ കപ്പളം. അവിടെ ഒരു ബിഗ് കപ്പളം ഉണ്ട് നിൽക്കുന്നുണ്ട്. ബിഗ് കപ്പളം, ബിഗ്ഗസ്റ്റ് കപ്പളം. അത് ഒത്തിരി കപ്പളങ്ങ ഉണ്ടെന്നാണ് പറയുന്നു. കണ്ടോ ഇവിടെ ഒത്തിരി കോഴികളുണ്ട്. കാശ് എനിക്ക് പേടിയാണ് കോഴികളോട് ഭയങ്കര പ്രേമമാ. പൊടി നമ്മളിപ്പോൾ എല്ലാം പെറുക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ചൊന കളയാൻ പോവാം. അരക്കാനെ വന്നിട്ടുണ്ട്. ചൊന കളയാൻ നമുക്ക് ഇച്ചിരി വെള്ളം എടുത്തോണ്ട് വരാം. നമ്മൾ വെള്ളമൊക്കെ എടുത്തോണ്ട് വന്നിട്ടുണ്ട്. നല്ല വെയിലുണ്ട്, പക്ഷെ നല്ല കാറ്റുമുണ്ട്. നല്ല കാറ്റുമുണ്ട്, വെയിലുമുണ്ട്, എല്ലാം കൂടെ ഒന്നിച്ചാണ്. നമുക്കിപ്പോൾ ഇത് കഴുകി അത് ചോന കളഞ്ഞെടുക്കാൻ. ആദ്യം നമുക്കൊന്ന് കഴുകണം. ഇത് പൊട്ടമാങ്ങയാണ്. ഇത് പൊട്ടമാങ്ങ. ഇത് കളഞ്ഞേക്ക്. കള ഉണ്ടായിരുന്നീ. പിന്നെ ഇത് പൊട്ടമാങ്ങയാണ്. കളയണ്ട, അത് നമുക്ക് ആ ഭാഗം ചെത്തിക്കളയാം. നമുക്കിത് ഇങ്ങനെ ഉരയ്ക്കാം. ഇങ്ങനെ ഉരച്ച് കളഞ്ഞിട്ട് കാണാൻ വെയിൽ കാരണം അല്ലേ. നല്ല കാറ്റ്. ഇതുപോലെ മുക്കിയെടുക്കുക, ഉരയ്ക്കുക. അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് നമ്മളിപ്പോൾ ഇതെല്ലാം കഴുകി എടുത്ത് ചോനയൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് 2-3 മാങ്ങ എടുക്കും. നമുക്ക് ഇവിടെ ഇപ്പം തിന്നാൻ വേണ്ടി നമുക്ക് റെഡി ചെയ്യാം. അതിന് നമ്മൾ കൊതി ഉപ്പിലല്ല, ഇങ്ങനെ മുളക് തേച്ച് തിന്നാൻ വേണ്ടി നമുക്ക് ഇങ്ങനെ നല്ല മാങ്ങ നോക്കിയെടുക്കാം. 2 നല്ല മാങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ചട്ടിക്കകത്ത് ഇട്ടിട്ട് ബാക്കിയൊക്കെ നമുക്ക് കൊണ്ട് വെച്ചിട്ട് വരാം. അപ്പോൾ ഗൈസ് നമ്മൾ അതൊക്കെ കൊണ്ട് വെച്ചിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കഴുകിയെടുക്കാം. കഴുകുന്നത് ഇതുപോലെ വെള്ളം ഒഴിച്ചിട്ട് കോഴികളുണ്ട് കഴിച്ചൂടെ. കഴുകിയെടുക്കാം. ഇത് നമുക്ക് പുളി എടുത്തിട്ട് വരാം. പറ നന്നായിട്ട് നമ്മൾ വേണ്ട വരഞ്ഞെടുക്കണം. അതിൽ 2 വര ഇങ്ങനെ അടുപ്പിച്ച് ഇട്ട് കൊടുക്കും. എന്നാലേ ഉള്ളൂ പൊട്ടത്തുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ പൊട്ടത്തില്ല. അറിഞ്ഞാൽ പറഞ്ഞ് വെട്ടിയാൽ മാത്രം മതിയായിരുന്നു. ഞാൻ പക്ഷെ നന്നായിട്ടിങ്ങനെ കഴിയും. ഇതെല്ലാം വരഞ്ഞിട്ട് നമുക്ക് ഉപ്പും മുളകിട്ട് കാണാം. ഉപ്പും മുളകെല്ലാം ഇങ്ങനെ പെരട്ടി വെച്ചിട്ടുണ്ടാവും. കുറച്ച് വെള്ളം വേണം കേട്ടോ. നമ്മൾ വെള്ളം നന്നായിട്ട് മിക്സ് ചെയ്തേക്കാം. നമുക്ക് മസാല പൊടി അല്ലേ. അതെ, കുറച്ചും കൂടി വെള്ളം വേണം തോന്നുന്നു. ജസ്റ്റ് ലിറ്റിൽ ബിറ്റ്. ഇങ്ങനെ കറക്റ്റ് മസാലപ്പരവും ഉണ്ട് കേട്ടോ. നമുക്ക് ഒരു മസാല വയ്ക്കാൻ, ചിക്കൻ മസാല വയ്ക്കാൻ പോവുകയാണ്. ഓ മൈ ഗോഡ്, ഇതാണ് 2 ചിക്കൻ അവിടെ ഇരിപ്പുണ്ട്. മസാല വെച്ച് കൊടുക്കാം. ഇങ്ങനെ കണ്ടിട്ട് കൊതി വരുന്നുണ്ടോ ഗായ്സ്? നിങ്ങൾക്ക് കൊതി വരുന്നുണ്ടോ? ആർക്കൊക്കെ കൊതി വരുന്നുണ്ട് മെൻഷൻ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇറ്റ്സ് നോട്ട് മെൻഷൻ. ആ ഭാഗം കട്ട് ചെയ്ത് ഓൾറെഡി. ഞങ്ങളിത് ഏതൊക്കെ ചതച്ചിട്ട് വന്നിട്ട് അപ്പോൾ നമ്മൾ ഇതൊക്കെ നമുക്ക് തിന്നു നോക്കാം എങ്ങനെയുണ്ടെന്ന് കേട്ടോ. അവിടെ ഒരാൾ ടേസ്റ്റ് ചെയ്യുവാണ്. എങ്ങനെയുണ്ട് നേരെ? അപ്പം ഞാനും കൂടെ ഒരു കഷ്ണം ടേസ്റ്റ് ചെയ്യാം. അപ്പം ഞാനും കൂടെ ഒരെണ്ണം ടേസ്റ്റ് ചെയ്യാൻ